പലരും ഈ പറയുന്ന പോലെ EV അല്ലെങ്കിൽ പെട്രോള് ഹൈബ്രിഡ് കമ്പയർ ചെയ്യുമ്പോൾ കംഫർട്ടിന്റെ കാര്യം ആരും പറയാറില്ല. നമ്മളിപ്പോൾ ഒരു 50 lakh കൊടുത്ത് എടുക്കുന്ന ഒരു പ്രീമിയം വണ്ടിയിൽ കിട്ടുന്ന ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ബിഗ് ബ്രാൻഡുകളുടെ കിട്ടുന്ന ഒരു കംഫർട്ടാണ് നമുക്ക് ഒരു ചെറിയ EV സെഗ്മെന്റിൽ നിന്ന് കിട്ടുന്നത്. ഇതേപോലത്തെ ഒരു കിറ്റ് എല്ലാ EV യൂസേഴ്സും കൊണ്ട് നടക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും നമ്മൾ ഹൈ റേഞ്ച് ഓടിക്കുമ്പോൾ വ്യത്യാസം അറിയാൻ പറ്റും ഇലക്ട്രിക് വണ്ടിയും ഓട്ടോമാറ്റിക് വണ്ടിയും തമ്മിൽ. ബാക്കിൽ രണ്ടുപേരാണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം, പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തൈ സപ്പോർട്ട് വളരെ കുറവാണ്. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് വണ്ടി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ പറ്റും അല്ലേ? ഞാൻ ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ അവിടെ വണ്ടി കൊടുത്തപ്പോൾ പറയുന്ന ഇതാണ്, അവരവിടെ EVയുടെ സർവീസും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 year ആണ് വണ്ടിക്ക് വാറണ്ടി വരുന്നത്, 3 year or 1,60,000 kilometers. ഞാനൊരു 3 years കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു, പാർട്സിന്റെ വാറണ്ടി കൂടി എടുത്തു കാറിന്. പലയിടത്തും പറയുന്ന പോലെ ടാറ്റയുടെ വണ്ടികൾ എടുത്തിട്ട് ബഗ്ഗുകൾ പലരും പറയും. കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ചിന്റെ വീഡിയോ കണ്ടിട്ട് അവർ പറഞ്ഞിട്ട് പഞ്ചാണോ അത്, 5 EV ആണ്. അപ്പോൾ അതിൽ ഈ അടുത്ത് ഞാൻ ട്രിവാൻഡ്രം പോയായിരുന്നു. ട്രിവാൻഡ്രത്ത് വളരെ ശോകമാണ്, കാരണം ലുലുവിൽ ഏകദേശം 6-7 ചാർജിങ് പോയിന്റ്സ് ഉണ്ട്, എന്നിട്ട് നമുക്ക് വെയിറ്റിംഗ് ആണ്. 456 ആണ് കമ്പനി പറയുന്നത്. 260 എന്ന് പറയുന്നത് പൊളിച്ചോടിക്കുന്ന കേസാണ്. 280 വരെ അല്ലെങ്കിൽ 300 വരെയൊക്കെ ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വിനീതാണ്. ഹായ്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു ടാറ്റ ടിയാഗോയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിനീതും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളെല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ ഇനിയൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ അത് ഇലക്ട്രിക് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നത്. ഫ്ലാഷ് ബാക്ക്. അടുത്തൊരു കാർ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് എടുക്കുമോ പെട്രോൾ? എന്തായാലും ഇലക്ട്രിക്കിലേക്കാണ് സ്വിച്ച് ചെയ്യുള്ളൂ. പറഞ്ഞ പോലെ തന്നെ വിനീത് ഒരു ടാറ്റ നെക്സോൺ ഫേസ് ലിഫ്റ്റഡ് വെർഷൻ 3rd gen ആണല്ലേ, 3rd gen എടുത്തു. അപ്പോൾ വിനീതിൻ്റെ ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്ലീശ ഞാൻ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം, എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കിലേക്ക് തന്നെ മാറാനുള്ള റീസൺ? ഇലക്ട്രിക്ക് എന്ന് പറഞ്ഞാൽ കോസ്റ്റിൻ്റെ കേസ് തന്നെയാണ് മെയിനായിട്ട്. നമുക്ക് വീട്ടിലാണെങ്കിൽ സോളാർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു നല്ല കോസ്റ്റ് കട്ടിങ് വരും. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ കംഫർട്ട്. അതായത് എനിക്ക് വൈഫിൻ്റെ ചേട്ടൻ യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്, അപ്പോൾ അത് ഓടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കംഫർട്ടിൻ്റെ ഒരു ലെവൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മളൊരു മെയിൻ ഫാക്ടറായിട്ട് വന്നു. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക്കിലേക്ക് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി സോളാറാണ് വീട്. അപ്പോൾ എന്തുകൊണ്ടാണ് ടാറ്റ എടുക്കാൻ കാരണം? അതും ഒരു ക്ലീശ ചോദ്യമാണ്. ടാറ്റയും ഈ പറഞ്ഞ പോലെ കോമ്പറ്റീറ്റേഴ്സായിട്ട് MG ഉണ്ടായിരുന്നു, XUV ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അഫോർഡബിളായിട്ടും റീസണബിളായിട്ടും തോന്നിയ ഒരു പ്രൊഡക്റ്റായിട്ട് ഇത് തോന്നിയുകൊണ്ടാണ് ഇതിനെ പിക്ക് ചെയ്തത്. ഞാൻ നോക്കിയതിൽ 2 വണ്ടികളാണ് മെയിനായിട്ട് നോക്കിയത്. ഒന്ന് ടാറ്റ നോക്കിയായിരുന്നു, MGയുടെ നോക്കിയായിരുന്നു, പിന്നെ ZSEV, പിന്നെ XUV നോക്കിയായിരുന്നു വണ്ടി. പക്ഷേ വണ്ടി ഞാൻ ഓൾറെഡി ഒരു XUV യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, XUV 300. അപ്പോൾ അതിൻ്റെ സർവീസിൻ്റെ ഇഷ്യൂസ് കാരണം അതായത് സർവീസ് സെൻറ്റേഴ്സ് വളരെ ഉള്ള സർവീസ് സെൻറ്റേഴ്സ് പൂട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് മഹീന്ദ്രയ്ക്ക് വന്നുകൊണ്ടാണ് ഞാൻ പിന്നെ മഹീന്ദ്രയിൽ നിന്ന് മാറിയത്. അല്ല, ഇപ്പോൾ ഈ ആളുകൾ പറയുന്ന പോലെ ഇതേ പൈസക്ക് അല്ലെങ്കിൽ ഇതിലും വില കുറച്ച് ഹൈബ്രിഡ് കിട്ടും, അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ വണ്ടികളൊക്കെ കിട്ടും എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ വേറെ അങ്ങനത്തെ വണ്ടികളൊന്നും നോക്കിയില്ല? ഹൈബ്രിഡ് ആക്ച്വലി നോക്കാണ്ടിരുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടികളോട് പൊതുവെ ഒരു താല്പര്യം കുറവുള്ളൊരു ആളാണ് ഞാൻ. ഡീസൽ വണ്ടിയാണ് യൂസ് ചെയ്തിട്ടിരുന്നത് ചെറുപ്പത്തിൽ. ഡീസലാണ് താല്പര്യം, ഡീസലാണ്. പക്ഷേ ഡീസലിൽ നിന്ന് പെട്ടെന്നൊരു പെട്രോൾ വണ്ടിയിലേക്കുള്ളൊരു മേക്ക് ഓവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള വണ്ടികൾക്കൊക്കെ ഉണ്ടെന്ന് തോന്നട്ടെ. ഇപ്പോൾ ഉള്ള ടർബോ വണ്ടികൾ ഇറങ്ങുന്നുണ്ട്, പക്ഷെ അതിൽ മൈലേജ് വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്രോൾ വണ്ടികളിലേക്ക് പോയില്ല എന്തായാലും. പിന്നെ ഹൈബ്രിഡ് ആണെങ്കിലും ഹൈബ്രിഡിൻ്റെ ഈ പവറിൻ്റെ ഒരു ഇഷ്യൂ ഞാനും കേട്ടായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ബൈജു എന്നാരുടെ ഒരു വീഡിയോ ഇപ്പോൾ കണ്ടായിരുന്നു. ഒരു ഹൈ റൈഡർ, ടൊയോട്ട അർബൻ ക്രൂസർ ഹൈ റൈഡർ എടുത്തിട്ട് പവർ ഇല്ലാന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ടാറ്റ സഫാരി എടുത്തെന്ന് പറഞ്ഞൊരു കസ്റ്റമർ. അപ്പോൾ നമ്മുടെ യൂസിന് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു യൂസിന് പറ്റിയൊരു വണ്ടി ആയിരിക്കില്ല ഹൈബ്രിഡ് ഞാൻ ചൂസ് ചെയ്തത്. അത്യാവശ്യം നല്ലപോലെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ആ ഒരു യൂസിൽ ഒരിക്കലും ഹൈബ്രിഡ് നമുക്ക് റീസണബിൾ ആകില്ല. കാരണം ഹൈബ്രിഡ് സിറ്റി യൂസിൽ മാത്രമാണ് EV മോഡിലേക്ക് വരുന്നത്. മറ്റേ യൂസിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത്തിരി സ്പീഡ് ഓടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൺവേർഷൻ ആവില്ല. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഒരു സേവിങ്സ് ഒന്നും നടത്താനായിട്ട് പറ്റില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ തന്നെ റേറ്റും ഉണ്ട് എനിക്ക് തോന്നുന്നു 2022. ഹൈബ്രിഡ് ആണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ റേറ്റും വരും. പറഞ്ഞ പോലെ ഇതിന് വരുന്ന ബാറ്ററി മെയിൻ്റെനൻസ് അതിനും വരാമല്ലോ. നമ്മൾ അതിലേക്ക് പോയില്ല. ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ചാർജ് ചെയ്യേണ്ടെന്നുള്ളൊരു ഗുണം മാത്രമേ ഹൈബ്രിഡിനുള്ളൂ. അപ്പോൾ ഇത് ടോപ്പ് എൻഡ് അല്ലേ?
നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ടോപ്പ് എൻഡിൽ LR വേരിയൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. എല്ലാ ലോങ് റേഞ്ച്. അപ്പോൾ എത്ര രൂപയായി ഓൺ റോഡ്? എംപവേർഡ് LR എന്നാണ് ഈ വേരിയൻറ്റ്. അതിൽ നമുക്കിപ്പോൾ വന്നത് 2150 അടുത്ത് വന്നു. 22 ലക്ഷത്തിന് അടുത്ത് വന്നു. എന്തൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളുള്ളത് വണ്ടി? ഭയങ്കര കംഫർട്ടബിളാണ് വണ്ടി ഓടിക്കാനായിട്ട്, പൊതുവെ ഓടിക്കാനായിട്ട് കംഫർട്ടബിൾ ആണ്. ഇതിൽ വണ്ടിയുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഭയങ്കര ഒരു ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ്. അതേപോലെ സൗണ്ട് സിസ്റ്റം ഭയങ്കര JBLന്റെ സൗണ്ട് സിസ്റ്റമാണ്. അതും ഭയങ്കര ഇതാണ്. പിന്നെയുള്ളത് ഇതിന്റെ 3D ക്യാമറ, അത് ഭയങ്കര 360 ക്യാമറ നല്ല, ഞാൻ കണ്ടു, നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്. നമ്മള് പിന്നെ അയോണിക് 5-ലൊക്കെ കണ്ട പോലെയൊക്കെ നല്ല ക്ലാരിറ്റിയുള്ള 360 ക്യാമറയാണ്. പിന്നെ ഡിസൈൻ വൈസും വണ്ടി അത്യാവശ്യം ലുക്ക് വൈസ് ഇഷ്ടമാണ്. ഈ വെന്റിലേറ്റഡ് സീറ്റ് ഒക്കെ അങ്ങനെ, വെന്റിലേറ്റഡ് സീറ്റും ഈ പറഞ്ഞ ലോങ് റൈഡ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല യൂസ് ഉള്ള ഒരു സംഭവമാണ്. ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിലോ? ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഡിസൈൻസ് ഒക്കെ നല്ലതാണെങ്കിലും ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും നമുക്ക് പാനൽ ഗ്യാപ്പുകൾ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടല്ലേ. ഇവിടെ ഗ്യാപ്പ് ഡിഫറൻസ് ഉണ്ടാകും അപ്പുറത്താണെങ്കിൽ. അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് PDI ചെയ്ത വണ്ടികളിലും 4 നോക്കിയാലും 4 റിജക്ട് ചെയ്തു. പൊതുവേ ടാറ്റയുടെ വണ്ടികൾ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അകത്ത് ഈ പറഞ്ഞാൽ ഇന്റീരിയറൊക്കെ കാണാനായിട്ട് ലുക്ക് ആണെങ്കിലും അകത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ഫ്ലിംസിനെസ്, ഭയങ്കര സൗണ്ടുകൾ വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ അത്ര ബോധർ ചെയ്യുന്ന കാര്യങ്ങളല്ല എങ്കിൽ പോലും നമ്മളൊരു 21 lakhs അല്ലെങ്കിൽ 22 lakhs കൊടുത്തെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് പ്രീമിയം ഫിനിഷ് അവർ പറയുന്നതും അല്ലെങ്കിൽ കാണിക്കുന്നതും പ്രീമിയം ആണെന്നുണ്ടെങ്കിലും കുറെ സ്ഥലങ്ങളിലൊന്നും പ്രീമിയം ഫിനിഷ്, ബിൽഡ് ക്വാളിറ്റി ബിൽഡ് വൈസ് ടാറ്റയുടെ ഒന്നും പറയാനില്ല. പിന്നെ എനിക്ക് തോന്നുന്നു എയർ ബാഗ് 6 ഉണ്ട്. അതെ, അങ്ങനെ സേഫ്റ്റി വെച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് ഒന്നൊരു വേറെ കാര്യമായിട്ടുള്ള നെഗറ്റീവുകളൊന്നും പറയാനായിട്ടില്ല. ഇപ്പോൾ പൊതുവെ റേഞ്ച് എത്ര കിട്ടുന്നുണ്ട്? ആദ്യം എത്ര കിലോമീറ്ററിൽ ഓടിക്കാറ്, ഏത് മോഡിലാണെന്നുള്ളത് പറയാം. ഞാൻ പൊതുവെ അങ്ങനെ ഒരു എക്കോണമി നോക്കി ഓടിക്കുന്ന ഒരു ആളല്ല. എൻജോയ് ചെയ്ത് ഡ്രൈവിങ് എൻജോയ് ചെയ്ത് ഓടിക്കുന്ന ആളാണ്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരും അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പോകുന്നതും ഇങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പോകാൻ നേരത്ത് മാക്സിമം ത്രോട്ടിൽ കൊടുത്ത് യൂസ് ചെയ്ത് പോകാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ കണ്ണൂരൊക്കെ പോയപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കൊരു ആവറേജ് എനർജി കൺസപ്ഷൻ വന്നത് 138. അതായത് കിലോമീറ്ററിലേക്ക് വരുമ്പോൾ എനിക്ക് എങ്ങനെ വന്നാലും 456 ആണ് കമ്പനി പറയുന്നത്. 260 എന്ന് പറയുന്നത് പൊളിച്ചോടിക്കുന്ന കേസാണ്. 280 വരെ അല്ലെങ്കിൽ 300 വരെയൊക്കെ ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ പോയി ഞാനൊരു ലോങ് ട്രിപ്പ് പോയ സമയത്ത് 260 280 വരെയൊക്കെ കഴിഞ്ഞിട്ട് ചാർജ് ചെയ്ത കേസുകൾ. എന്ത് സ്പീഡിലാണ് ഓടിക്കാറ് പൊതുവെ? അത് അത്യാവശ്യം ഒരു 80-90 ആ ഒരു റേഞ്ചിൽ. അന്ന് എനിക്ക് തോന്നണെന്ന് വെച്ചാൽ നമ്മള് പിടിച്ചു ഓടിക്കുകയാണെങ്കിൽ ഒരു 350 320 330 എന്തായാലും കിട്ടുന്നതാണ് വണ്ടി. നമുക്ക് ഈ പറയണ പോലെ ഇപ്പൊ നമ്മള് സ്ഥിരം ഓഫീസിലൊക്കെ പോയി വന്നവരാണ് 50 കിലോമീറ്റർ ഓടുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ചാർജിൽ നമുക്ക് ഒരാഴ്ച ഫുള്ള് പോയിട്ട് വരാം. പ്രശ്നം വരുന്നത് ഈ പറയണ പോലെ ലോങ് പോകുമ്പോ ഇപ്പൊ തന്നെ ഇപ്പൊ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലുടനീളം പോയി കേരളത്തിൽ പുറത്തോട്ടും പോയില്ലേ. കേരളത്തില് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ യാത്ര ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? കേരളത്തിൽ പറഞ്ഞാൽ കൊച്ചി അല്ലെങ്കിൽ കോഴിക്കോട് അങ്ങോട്ട് പോകുന്ന സമയത്ത് എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു കണ്ണൂർ വരെയും അത്ര ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അത്യാവശ്യം സാധനങ്ങളുണ്ട്. അതേപോലെ ചിലപ്പോൾ കണ്ണൂർ എല്ലാം നേരത്തെ ഈ യൂസേഴ്സ് കുറവായിരിക്കാം. അതുകൊണ്ട് എനിക്ക് ചെന്നപ്പോൾ ചാർജിങ് പെട്ടെന്ന് കിട്ടി. അവിടെ നിന്ന് ചാർജ് ചെയ്ത് പോയി. കോഴിക്കോട് ചെന്നപ്പോഴും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഒന്നും പ്രശ്നമായിരുന്നു. പക്ഷേ ഈ അടുത്ത് ഞാൻ ട്രിവാൻഡ്രം പോയായിരുന്നു. ട്രിവാൻഡ്രത്ത് വളരെ ശോകമാണ്. കാരണം ലുലുവിൽ ഏകദേശം 6-7 ചാർജിങ് പോയിന്റ്സ് ഉണ്ട്. എന്നിട്ട് നമുക്ക് വെയിറ്റിംഗാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാൻ ഇത്തിരി സ്ട്രഗിൾ ചെയ്തു ചെന്നപ്പോൾ. നമ്മൾ നൈറ്റ് ടൈമിന് ചെന്നപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ ഒരു അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ ലുലുവിൽ പോയപ്പോൾ ചാർജിങ് ക്യൂ ആയിരുന്നു. ഞാൻ അവിടെ വേണ്ടാന്ന് പറഞ്ഞ് ടെക്നോ പാർക്കിലേക്ക് പോയി. കാരണം ടെക്നോ പാർക്കിൽ കുറവ് ആൾക്കാരെ യൂസ് ചെയ്യുള്ളൂ എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ചെന്നപ്പോൾ അവിടെ ടാക്സിക്കാർ കിടക്കുക, 3 പേര് കിടക്കുക ഓൾറെഡി. അതും ഈ ടിയാഗോയും ടിഗോറൊക്കെ കിടക്കണം. അപ്പോൾ അതൊക്കെ ടൈം എന്തായാലും എടുക്കും എന്ന് പറഞ്ഞാൽ പിന്നെയും ലുലുവിൽ വന്ന് പാർക്ക് ചെയ്തിട്ട് ലുലു മാളിൽ കയറി ഇരിക്കുകയായത്. വണ്ടികൾ ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആവുന്നില്ല. ഇനി ഇതിലും മോശമാണ് കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ. എവിടെ? തമിഴ്നാട്ടിൽ എവിടെയാണ്? ഞാനൊരു ലോങ് ട്രിപ്പായിട്ട് പോയത് പഴനി രാമേശ്വരം പോയായിരുന്നു. അപ്പോൾ അത് ഏകദേശം അത്യാവശ്യം നല്ല കിലോമീറ്റേഴ്സ് പുഷായിരുന്നു. എനിക്കൊന്ന്
1000 സംതിങ് കിലോമീറ്റേഴ്സ് ഓടിയായിരുന്നു. നമുക്ക് കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ റിലയബിൾ ആയിട്ടുള്ള ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയോൺ മാത്രമേ നമുക്ക് റിലേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു കമ്പനീനെ നമുക്ക് റിലേ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്ലാൻ ചെയ്ത് ഒന്നാമത്തെ EV യൂസേഴ്സിന് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നന്നായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റുള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്താൽ പോലും നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു ആപ്പാണ് പ്ലഗ് ഷെയർ എന്ന് പറഞ്ഞിട്ട് ആപ്പ്. അപ്പോൾ അതിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരെയുള്ള ചാർജേഴ്സ് കാണിക്കും. അപ്പോൾ അതിൽ നമ്മൾ പിക്ക് ചെയ്യും. പക്ഷെ നമ്മൾ പിക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ കുറേ പ്രിക്കോഷൻസ് എടുക്കാറുണ്ട്. അതായത് അതിൻ്റെ അകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന റിവ്യൂസ് നോക്കാറുണ്ട്. അപ്പോൾ അതിൽ ആരൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്, റീസണബിൾ ആയിട്ട് റീസെൻ്റ്ലി ചാർജ് ചെയ്തേക്കുന്ന ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ഈ പറഞ്ഞ പോലെ നമ്മൾ രാമേശ്വരം പോയപ്പോൾ രാമനാഥപുരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് അവിടെയാണ് ചാർജിങ് ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന ആ ചാർജറിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, വോൾട്ടേജിൻ്റെ പ്രശ്നം അവർ എപ്പോഴും പറയുന്നുണ്ട്, ആ യൂസേഴ്സ് പറയുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഇത് വർക്ക് ചെയ്തില്ല. പിന്നെ നമുക്ക് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നൊരു 26 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഞാൻ ലോഡ് ചെയ്ത സ്ഥലത്തേക്ക്. ഞാൻ പിന്നെ ഓൾറെഡി നേരത്തെ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ EV-ലാണ് വരുന്നത്, അപ്പോൾ എനിക്ക് ഒരു പവർ പോയിൻറ്റ് പ്ലഗ് വേണം. അത് അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 600 രൂപ ചാർജ് ചെയ്തു എനിക്ക് ഇത് ചാർജ് ചെയ്യാനായിട്ട്. അവരത് ചെയ്തു തന്നു. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ കയ്യിലൊരു ബാഗ് ഉണ്ടാവണം. ഞാനത് കാണിച്ചു തരാം. ആ ബാഗിലുള്ള സാധനങ്ങൾ അത് വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇതാണൊരു പ്രശ്നം. ഈ റിലാക്സ് എന്ന് പറഞ്ഞൊരു ചാർജിങ് സ്റ്റേഷൻ ആയിരുന്നു അത്. അവിടെ എപ്പോഴും ഉള്ള പ്രശ്നമാണ് ഈ വോൾട്ടേജിൻ്റെ ഒരു പ്രശ്നം. എല്ലാവരും പ്ലഗ് ഷെയർ നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒന്ന് ചാർജ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ആക്ച്വലി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ വെയിറ്റിംഗ് ആണ് ഒരു ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു ചാർജേഴ്സ് അത്യാവശ്യം റിലയബിൾ ആണ്. KCB ഒഴിച്ച് ഞാൻ പറയുന്ന പോലെ ഒരു ടിയാഗോ എടുത്തോണ്ടൊന്ന് കോഴിക്കോടൊക്കെ പോയി ഹൈലൈറ്റ് മാളിലൊക്കെ ചാർജ് ചെയ്തിട്ടൊക്കെ വന്നായിരുന്നു. വലിയ കുഴപ്പമില്ല. ഒരു വർഷം ആയിട്ടില്ല. എന്നാലും ഈ പറയുന്ന പോലെ വെയിറ്റിംഗ് പീരീഡ് ഒരു പ്രശ്നം. ചില ചാർജറുകൾ നമ്മൾ ഓടി പോകുമ്പോഴത്തേക്ക് അവിടെ ആൾ ഓൾറെഡി ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിയാകുമ്പോൾ ഇവിടെ എത്തും എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിച്ച് അവിടെ ലഞ്ച് കഴിഞ്ഞ് വരുന്ന സമയത്ത് ചാർജിങ് കറക്റ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഒരാളോ അല്ലെങ്കിൽ 2 പേര് ചാർജിങ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിങ് മൊത്തത്തിൽ മാറും. ചുരുക്കി പറഞ്ഞാൽ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇതുകൊണ്ട് ലോങ് പോകുമ്പോഴത്തേക്കും ഒരു റിസ്ക് ഫാക്ടർ. അതായത് നമ്മളൊരു 6 hours കൊണ്ട് ഡീസൽ വണ്ടിയിൽ എത്തേണ്ട സ്ഥലമാണെങ്കിൽ ഒരു 9 hours 10 hours അല്ലെങ്കിൽ ഒരു 3 hours ബഫറും കൂടി പോകും. ചിലപ്പോൾ ആ ബഫർ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യേണ്ടി വരും എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് 11 മണി എന്ന് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. ലോങ് ട്രിപ്പുകളിൽ എല്ലാ ഷോർട്ട് ട്രിപ്പുകളിൽ പ്രശ്നം. പിന്നെ ഈ പറഞ്ഞാൽ ലോങ് ട്രിപ്പുകളിലാണെങ്കിലും നമ്മൾ ലോഡ് ചെയ്യുന്നിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതൊരു ബെനിഫിറ്റ് ആയിട്ട് മാറാം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓവർനൈറ്റ് ചാർജ് ചെയ്താൽ മതി നമുക്ക്. ഇനി എന്തോ ബാഗിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ടാവും, ഒരു എർത്ത്, പിന്നെ അത്യാവശ്യം ടൂളുകൾ ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ടാറ്റയുടെ കോമൺ പ്രശ്നങ്ങളായിരുന്നു ഈ പറഞ്ഞ ഇതെല്ലാം. അതുകൊണ്ട് നമ്മൾ ചാർജർ ഊരി കുത്തുന്ന കേസുകൾ. ഇപ്പോൾ എത്ര സർവീസ് കഴിഞ്ഞിട്ടുണ്ട്? അപ്പോൾ എത്ര കിലോമീറ്റർ ആയി? വണ്ടി ഇപ്പോൾ നമുക്ക് 13,500 ആയിട്ടുണ്ട് വണ്ടി. 4 മാസം കൊണ്ട് 5 മാസം ആവും. ജനുവരി 25 ഒരു മാസം ആവറേജ് 2500-3000 കിലോമീറ്റർ ഓടുന്നുണ്ടാവും. കാരണം നമ്മളിപ്പോൾ ഈ വണ്ടി എടുത്ത പിന്നെ വേറെ വണ്ടികൾക്കൊന്നും ഓട്ടോ ഇല്ല. ഇത് മാത്രമാണ്. അപ്പോൾ ഈ പറയണ ഒരു മാസം 3000 കിലോമീറ്റർ ഓട്ടമാണെങ്കിൽ ഇതിൽ ഓടാൻ ഏകദേശം എന്ത് ചിലവ് തന്നെയുണ്ട്? ഞാൻ മെയിൻലി വീട്ടിൽ സോളാറുള്ളതുകൊണ്ട് പൊതുവേ സോളാറിൽ നിന്നായിരിക്കും ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ തവണ മാത്രം എനിക്ക് കഴിഞ്ഞതിന് മുമ്പത്തെ മാസം ഒരു പ്രശ്നം വന്നത്, അത് 4000 ബില്ല് കുറേ പേർക്ക് കൂടുതൽ. യൂണിറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ബില്ല് കറക്റ്റ് തന്നെയാണ്. ഏകദേശം 900 യൂണിറ്റോളം വരുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മിക്കവാറും ഓഫീസിൽ മറ്റേ ചാർജ് മോഡിൻ്റെ AC മാത്രമുള്ള ഇതുണ്ട്. AC മാത്രമുള്ള പ്ലാൻ ഉണ്ട് അവർക്ക്. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു 500 രൂപീസിന് 556 യൂണിറ്റ് അങ്ങനെ എന്തോ കിട്ടുന്നത്. അപ്പോൾ അതാണ് മെയിൻലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ ഓഫീസിലേക്ക് നമ്മൾ പോകുന്ന ദിവസം ചാർജ് ചെയ്യാൻ എന്നാലും 1 കിലോമീറ്ററിന് 1 രൂപ ആ ഒരു റേഞ്ചൊക്കെ അല്ലേ വരുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് റിലേ ചെയ്യുകയാണെങ്കിൽ 1 കിലോമീറ്ററിന് ഏകദേശം ഞാൻ ഓടിക്കുന്ന ഒരു മോഡിലാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനെല്ലാം എൻ്റെ ഫ്രണ്ട്സ് ഓടിക്കുന്ന ഒരു മോഡിലാണെങ്കിൽ ഒരു 3 rupees 3 or 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അത്രയും പുഷ് ചെയ്തിട്ട് ഓടിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ പോലും 2 രൂപയ്ക്ക് ചിലവ് വരുള്ളൂ. ഇതേ ഓട്ടം ഇപ്പോൾ നമ്മുടെ ഡീസൽ XUV 300 വരുന്നെങ്കിൽ ഏകദേശം ഒരു 3000 കിലോമീറ്റർ ഓടാൻ എന്ത് ചിലവ് വരും? 3000 കിലോമീറ്റർ ഓടാനായിട്ട് ഏകദേശം ഒരു 7-8 രൂപ ഒരു കിലോമീറ്റർ 7 എന്തായാലും വരും. അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും റണ്ണിങ് കോസ്റ്റ് വൈസ് ലാഭമാണ്. എത്ര സർവീസ് കഴിഞ്ഞപ്പോൾ? നമ്മുടെ ഇപ്പോൾ 2 സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ്
എത്ര രൂപയായി, എങ്ങനെയാണ്? ഫസ്റ്റ് സർവീസിന് നമുക്കായത് ഏകദേശം 3000 സംതിങ് ആയി. പക്ഷെ അതിൽ ഞാൻ 3000 അല്ല, 4000 സംതിങ് ആയി. ഞാൻ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു 2800 3000 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് സർവീസിൽ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ, ഒരു ട്രാൻസ്മിഷൻ ഓയിൽ ഉണ്ട്, അത് മാറ്റണം. അപ്പം അതിനൊരു 1000 എന്തായാലും. പിന്നെ സൺറൂഫിൻ്റെ ഗ്രീസിങ്ങിന് ഒരു 150 എന്തോ. യൂസേജ് ഉള്ള സാധനമാണ്, പിള്ളേരുടെ ഒരു ഇത് മാത്രമേ. പിന്നെ സെക്കൻഡ് സർവീസ് ആയപ്പോഴത്തേക്കും സെക്കൻഡ് സർവീസ് നമുക്ക് ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. 14,500 തൊട്ട് 15,000 വരെയാണ് സെക്കൻഡ് സർവീസ് വരുന്നത്. ഇതുവരെ എന്തെങ്കിലും സർവീസ് പൊതുവെ എങ്ങനെയുണ്ട്? ആദ്യം ഒരു സർവീസ് ആയിട്ടുള്ളൂ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വണ്ടിയിൽ വന്നിരിക്കുന്ന ഇഷ്യൂസ് ഞാൻ പറയാം. ഒന്ന്, വണ്ടി ഡെലിവറി ചെയ്ത് അന്ന് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ചെയ്ത് അവരെ കുറ്റം പറയേണ്ട ഒരു കേസാണ്. നമ്മളൊരു വണ്ടി ഡെലിവറി ചെയ്യുന്ന സമയത്ത് PDA അവർ ചെയ്യേണ്ട ഒരു കേസാണ്. നമ്മൾ പോയി വണ്ടി PDA ചെയ്തതാണ്, പക്ഷെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയില്ല അന്ന്. നമ്മൾ പുറമേയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി ഓക്കെ പറഞ്ഞിട്ടാണ് വണ്ടി ഇതെടുത്തത്. പക്ഷെ വണ്ടി എടുത്ത് ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് സൗണ്ട് കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് എടുക്കുന്ന വണ്ടിയാകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. പിറ്റേ ദിവസം ഞാൻ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ട്രിപ്പിലായിരുന്നു. ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. 4ാമത്തെ ദിവസം ഞാൻ വന്നിട്ട് ഞാൻ ആദ്യമേ വണ്ടി എടുത്തിട്ട് സർവീസ് സെൻ്ററിലേക്കാണ് പോയത്. സർവീസ് സെൻ്ററിലേക്ക് പോയപ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് കിട്ടിയത് അവരവിടെ EVയുടെ സർവീസ് ചെയ്യില്ല എന്നുള്ളതാണ്. ഞാനൊരു ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ അവിടെ വണ്ടി കൊടുത്തപ്പോൾ പറയുന്ന ഇതാണ്, അവരവിടെ EVയുടെ സർവീസും തുടങ്ങിയിട്ടില്ല. ഞാൻ അവിടെ കിടന്ന് കുറേ പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോൾ അവിടെ നിന്ന് പിന്നീടൊരു കോള് വന്ന് ഒരു പയ്യൻ എന്നെ വിളിച്ച് അവൻ വണ്ടി എടുത്തിട്ട് പോയി അവൻ ശരിയാക്കി തന്നോളാന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് ചെറിയൊരു പ്രശ്നമായിരുന്നു എന്ന് തോന്നുന്നു. അതവർ ശരിയാക്കി ക്ലീനായി കൊണ്ടുവന്നു. പിന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ്? പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് വരുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, എനിക്ക് വന്നിരിക്കുന്ന ഇഷ്യൂ അത് ഒരു ഇഷ്യൂ ആയിരുന്നു. പിന്നെ വന്നത് ഒരു സമയത്ത്, പക്ഷെ അത് എനിക്കായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഫ്രണ്ട്സ് എടുക്കുന്ന സമയത്ത് ഈ വണ്ടി ന്യൂട്രലിൽ നിന്ന് മാറുന്നില്ല. അത് എന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല എനിക്ക്. പക്ഷെ അത് കിട്ടിയിട്ടില്ല. പക്ഷെ അന്ന് അവർ അത് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ മാറുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം വണ്ടി ഓഫ് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ടാണ് അതൊന്നും മാറിയത്. പിന്നെയുള്ളത്, വണ്ടിയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. ചെറിയ ഒന്നാമത് EV ഒരു സൈലന്റ് ആണല്ലോ, വേറൊരു കാര്യമാണ്. അപ്പോൾ പല സൗണ്ടുകൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കും. കുറേ സൗണ്ടുകൾ വണ്ടിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നീടുള്ളത്, നമുക്ക് കഴിഞ്ഞ ദിവസം വണ്ടി ചാർജർ ഊരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെ നോക്കിയിട്ടും ചാർജർ വിട്ട് പോരുന്നുണ്ടായിരുന്നില്ല. വീട്ടിലായിരുന്നു. പക്ഷെ അത് അവരപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നൊരു ഉച്ചയൊക്കെ ആയപ്പോൾ അവർ വന്ന് ഊരി. അത് ഒരു മാനുവൽ കീ ഉണ്ട് അതിൻ്റെ അകത്ത്, അത് നമ്മുടെ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. പക്ഷെ അതങ്ങനെ ഊരാണ് ചെയ്തത്. അവരപ്പോൾ വണ്ടി കൊണ്ടുവെല്ലാം പറഞ്ഞു അവർ എന്തോ ഡസ്റ്റ് കയറിയിട്ടായിരിക്കും ചാൻസ് എന്നുള്ളതാണ്. ഇതുവരെ നിന്ന് പോവാ, ഓടാതിരിക്കുക അങ്ങനത്തെ. പിന്നെ ഒരു തവണ നമ്മൾ ഓഫീസിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ബാറ്ററി ഡ്രെയിൻ ആയി പോയിട്ടുണ്ടായിരുന്നു. ഓക്സിലറി ബാറ്ററി ഫുൾ ഡ്രെയിൻ. അതെന്താണെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞത് എന്തെങ്കിലും സെൻസർ മാൽ ഫംഗ്ഷൻ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് അവരുടെ റിപ്ലൈ ഇട്ട്. പക്ഷെ നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു സൊല്യൂഷൻ അവർക്കില്ല. അപ്പോൾ അത് എന്താണെന്നുള്ളത് അവർക്കറിയില്ല. പക്ഷെ അവർ ഗോകുലത്തിന് നമ്മൾ കൊണ്ടുപോയി പിറ്റേ ദിവസം, ഞാൻ ആ ലോങ് ട്രിപ്പ് പോകണതിന് തലേ ദിവസമായിരുന്നു ഈ സംഭവം നടന്നത്. അപ്പോൾ ലോങ് ട്രിപ്പ് പോകണതിന് അതിന് മുമ്പ് ഞാൻ അവിടെ സർവീസ് സെൻറ്ററിൽ കയറിയിട്ടാണ് പോയത്. ലോങ് ട്രിപ്പ് അവിടെ ചെന്ന് അവർ ഫുള്ള് ചെക്ക് ചെയ്ത വണ്ടി എവിടെ നിന്നാണ് ഡ്രെയിനായപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല എന്നുള്ള അവർ അഷ്യൂർ ചെയ്തതിന് ശേഷം മാത്രമാണ് പോയത് നമ്മൾ. പക്ഷേ ഡ്രെയിനായി പോയിട്ടാണെങ്കിലും നമ്മൾ വിളിച്ചു പറഞ്ഞൊരു 3/4 മണിക്കൂറിനുള്ളിൽ ആൾ വന്ന് അവർ ജമ്പ് സ്റ്റാർട്ട് ചെയ്ത് റെഡിയാക്കിയായിരുന്നു. അപ്പോൾ എടുക്കണ്ടായിരുന്നു എന്ന് തോന്നിയാലേ തോന്നുന്നുണ്ട, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതേവരെ സർവീസ് സെൻറ്റർ വൈസ് ആയിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. വീഡിയോസ് നമ്മൾ പലതും കാണുന്നുണ്ട്. അതെ, നമ്മൾ പലതും കാണുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ബഗ്ഗുകൾ ഉണ്ടാവും. നമുക്ക് അത് ഉറപ്പുള്ള കേസാണ്. വണ്ടി നമുക്ക് ഓലയൊന്നും ഇങ്ങോട്ട് വരാൻ നേരം നമുക്കറിയാലോ എന്തൊക്കെ ബഗ്ഗുകൾ ഒരു ഇലക്ട്രിക് വണ്ടികളിൽ. ടെക്നോളജി പുതിയതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ള ആൾക്കാർ മാത്രമേ EVയിലേക്ക് ഇപ്പോൾ കാലെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പെട്രോൾ വണ്ടി ഓടിച്ചിട്ടിരുന്ന റിലയബിലിറ്റി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പം വണ്ടിയിലല്ല ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള. കാരണം അത്രക്കധികം ഫീച്ചേഴ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബഗ്ഗുകൾ ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു EVയുടെ ഒരു ആപ്പ് ഉണ്ട്, EZ കണക്ട് എന്നെന്താ പറഞ്ഞത്. അത് ഒരു സമയത്തും കണക്ട് ആവില്ല. അത് കണക്ട് ആകുവാണെങ്കിൽ തന്നെ നമുക്ക് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയുടെ ഫാൻ ഓൺ ചെയ്യുക അല്ലെങ്കിൽ AC ഓൺ ചെയ്തിടുക, അൺലോക്ക് ചെയ്യുക. ഈ സാധനം കണക്റ്റായി വണ്ടിയായിട്ട് കണക്ഷൻ കിട്ടണമെങ്കിൽ 15-20 സെക്കൻഡിൽ കൂടുതൽ എടുക്കും. അപ്പോൾ
ഇപ്പോൾ പലയിടത്തും ഈ പറയുന്ന പോലെ ടാറ്റയുടെ വണ്ടികൾ എടുത്തിട്ട് ബഗ്ഗുകൾ പലരും പറയും. കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ചിൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ പറഞ്ഞിട്ട് പഞ്ചാണോ അത് പഞ്ചീവിയാണ്. അപ്പോൾ അതിൽ ഇൻഫോർടൈൻമെൻറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് പറയുന്നുണ്ട്. പക്ഷേ കംപ്ലൈൻറ്റുകൾ പൊതുവേ പലരും പറയാറുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നത് കൂടുതൽ നെഗറ്റിവിറ്റി ഫീഡ്ബാക്കുകൾ വരാറ് പലയിടത്തുനിന്ന് സർവീസ് ഡീലർമാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പലയിടത്തുനിന്ന് സർവീസ് മോശമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഇതുവരെ ഒറ്റ സർവീസ് അങ്ങനെ എനിക്കിപ്പോൾ ഒരു ഒറ്റ സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഡീൽ ചെയ്യുന്ന ഒരു സർവീസ് എഞ്ചിനീയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഇതൊന്നും തോന്നിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് ചിലപ്പോൾ അവർ എന്നെ ഡീൽ ചെയ്യുന്ന വേറൊരു രീതിയിലായിരിക്കാം. അതുകൊണ്ടായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ സർവീസ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒന്നും വന്നില്ല. ഈ പറഞ്ഞാൽ ഇൻഫർടൈൻമെൻറ്റിലുള്ള ബഗ്ഗുകൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്നതാണ് ചില കാര്യങ്ങൾ. പക്ഷേ അതിനൊന്നും ഒരു സൊല്യൂഷൻ ഇപ്പോഴൊന്നും കിട്ടില്ല എന്നുള്ളത് നമുക്കും അറിയാം. കാരണം അതൊക്കെ ഒരു മീൻസ് നമുക്കതൊന്നും ബാധിക്കുന്ന കാരണങ്ങളായതുകൊണ്ട് നമ്മളതൊരു കൺസേൺ ആയിട്ട് റേസ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ടാറ്റയ്ക്ക് ഇതുവരെ EV മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ആരും ഇല്ല. മോണോപ്പൊളിയാണ് ബേസിക്കലി ടാറ്റയുടെ. ടാറ്റ വിൽക്കുന്നതിന്റെ 10-1 പോലും വണ്ടി വേറെ ആരും വിൽക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ ഒരു EV ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം ഇതൊരു 3rd ജനറേഷൻ ആയതുകൊണ്ടും ആണ് നമ്മൾ ഇത് ചൂസ് ചെയ്തത്. കാരണം കുറച്ചുകൂടെ ബഗ്ഗുകൾ റിഫൈൻഡ് ആയിട്ടുണ്ടാവും. അതെ, ആ ഒരു ഇതിലാണ് നമ്മൾ അങ്ങനെ വിചാരിച്ചെടുത്തത്. അപ്പോൾ അതൊക്കെയാണ് ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളല്ലേ? അതെ, ഇഷ്യൂ. പിന്നെ ഇപ്പോൾ ഒരു ഇഷ്യൂ കൂടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കോമൺ ആയിട്ടൊരു ഇഷ്യൂസാണ്. ഞാനിപ്പോൾ പല സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഇൻഫർടൈൻമെൻറ്റ് ഓഫ് ആകുന്നുണ്ടായിരുന്നില്ല. 1 hour മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡിലേക്ക് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാനത് ഈ പറഞ്ഞാൽ നോക്കി പല ഇതിലും നോക്കി അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോർ സെൻസർ ഉണ്ടല്ലോ, അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇതെന്താണെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് സെർച്ച് ചെയ്തപ്പോൾ ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇറങ്ങിയിട്ട് പിന്നെ ഡോർ സെൻസർ പതുക്കെ കൈ വെച്ച് പുഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതങ്ങനെ ഓഫ് ആവുന്നുണ്ടായിരുന്നു. ഇതും ഈ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ആ ഒരു പാട്ടുണ്ടല്ലോ അതായിട്ട് ഒരിക്കലും കിട്ടില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കുക ചെയ്തത്. നമുക്ക് സൊല്യൂഷൻ കിട്ടി എന്നാൽ പോലും പ്രോപ്പറായിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല അവർ തന്നത്. പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാറണ്ടീനെ പറ്റി പറഞ്ഞാൽ ബാറ്ററിയുടെ വാറണ്ടി എല്ലാ ആളുകൾക്കും അറിയാം. 8 വർഷം 1,60,000 കിലോമീറ്റർ ആണ് എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ വെഹിക്കിൾ വാറണ്ടീനെ പറ്റി കൂടുതൽ ആളുകൾ ആരും അന്വേഷിക്കാറില്ല. വെഹിക്കിൾ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഫാക്ടറാണ്. കാരണം വണ്ടിയുടെ ബാറ്ററിക്ക് 8 lakh കോസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കോസ്റ്റ് വരുന്ന വണ്ടിക്കല്ലേ. അപ്പോൾ അതിൽ AC കമ്പോണൻസ് ഉണ്ട്, ചാർജിങ്ങിൻ്റെ കമ്പോണൻസ് ഉണ്ട് അല്ലേ, അങ്ങനെ പല കമ്പോണൻസ്, മോട്ടർ എല്ലാം, ട്രാൻസ്മിഷൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്, മോട്ടർ വരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കേസാണ്. നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ലോങ് ടേമിലേക്കായിരിക്കുമല്ലോ നമ്മൾ നോക്കുന്നത്. എന്തായാലും 8 years എന്നുള്ളൊരു ഇത് നമ്മൾ വെക്കുന്നുണ്ടാവും വണ്ടിയിൽ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 year ആണ് വണ്ടിക്ക് വാറണ്ടി വരുന്നത്. 3 year or 1,60,000 kilometers. ഞാനൊരു 3 years കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു. പാർട്സിൻ്റെ വാറണ്ടി കൂടി എടുത്തു കാറിന്. പക്ഷേ അതിൻ്റെ കോസ്റ്റ് ഇത്തിരി ഭീകരമാണ്. 53,000 പക്ഷെ നമുക്കത് എടുക്കാണ്ട് ഓപ്ഷൻ ഇല്ല. അവർ പറഞ്ഞ പോലെ ആ ഒരു ചാർജിങ്ങിന്റെ ഒരു പാട്ട് പോയി കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ പോകും. പിന്നെ കംപ്രസർ എല്ലാവരും ബാറ്ററിനെ പറ്റി മാത്രമേ ബാറ്ററി അല്ല വണ്ടിയിലുള്ളത്. ബാറ്ററി അതെ, ബാക്കിയുള്ള സാധനങ്ങൾക്കും ഇപ്പൊ വരുന്നുണ്ട്. വിനീതിന്റെ വണ്ടിയുടെ ഓട്ടം കണ്ടിടത്തോളം ഇപ്പൊ എന്റെ കണക്കൂട്ടിൽ വെച്ചിട്ടാണ് ഈ 48 മാസം കൊണ്ട് ഇതിന്റെ ബാറ്ററി വാറണ്ടി തീരും. 1,60,000 കിലോമീറ്റർ അപ്പത്തേക്ക് ഹിറ്റ് ചെയ്യും. അപ്പോൾ ഈ സോളാർ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും ഇപ്പോൾ 1,60,000 കിലോമീറ്റർ ആകുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് ഓൾറെഡി സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴത്തേക്ക് എന്താണ് പ്ലാൻ? അല്ല, നമ്മളിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എന്നാലും വന്നു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ പോലെ ഇതൊരു പുതിയ ടെക്നോളജിയാണ്. ഇപ്പോഴുള്ള കോസ്റ്റ് ആയിരിക്കില്ല പിന്നീടുള്ള ഒരു മെയിൻ്റെനൻസിനുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. അതായത് 3rd party വെൻഡേഴ്സ് വരാം, പാർട്സുകളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരിക്കും. ഇപ്പോൾ പണ്ട് പറഞ്ഞ പോലെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് തന്നെ ആയിരുന്നല്ലോ. പല കമ്പനികൾ വന്നപ്പോഴും ആ കമ്പനിയുടെ മാത്രം സർവീസ് സെന്ററിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കോൺസെപ്റ്റ്. ഞാൻ അറിഞ്ഞിടത്തോളം ലിഥിയത്തിന്റെ പ്രൈസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ബാറ്ററിയുടെ പ്രൈസും ടാറ്റയുടെ ബാറ്ററിയുടെ പ്രൈസും കുറഞ്ഞെന്നാണ് അറിഞ്ഞത്. ലിഥിയത്തിന്റെ പ്രൈസ് അറിയില്ല. അവരെങ്ങനെ ഒരു കട്ട് വന്നുകൊണ്ടാണല്ലോ എന്തോ കുറച്ച് എമൗണ്ട് ഡിഡക്ഷൻ വന്നിട്ടുണ്ടല്ലോ വണ്ടിയിൽ. ഇപ്പോഴും വീണ്ടും കുറച്ചിട്ടുണ്ട് വണ്ടിക്ക് 1.5 ലക്ഷം ഇപ്പോൾ കോർപ്പറേറ്റ് ഓഫറായിട്ട് ഈ മാസം അവർ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ കുറയുമായിരിക്കും, വണ്ടിയുടെ പ്രൈസ് കുറയുമായിരിക്കും ഇനി. പക്ഷെ നമ്മൾ ടെക്നോളജി പുതിയ ടൈമിന് യൂസ് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ വണ്ടിയിൽ. EV എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന പ്രശ്നം എന്ന് വെച്ചാൽ റീസെയിൽ വാല്യൂ ആണ്. കാരണം ഈ പറയുന്ന പോലെ ആളുകൾ ഇങ്ങനെ ബാറ്ററിക്ക് ഇത്ര ലക്ഷം രൂപ വില, വണ്ടിയുടെ 40% 50% ബാറ്ററിക്ക് വില വരും. അപ്പോൾ
അവരുടെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ തന്നെ വണ്ടി എടുത്താൽ കുറച്ചാളുമ്പോൾ ബാറ്ററി കംപ്ലൈൻറ്റ് ആവും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടികളും അധികം ആളുകൾ എടുക്കുന്നില്ല, പലരും കൊടുക്കുന്നില്ല. കാരണം ഭയങ്കര ഡിപ്രീസിയേഷനാണ് റീസെയിൽ വാല്യൂ. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാക്ടർ ആലോചിക്കാറുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ പരിഗണിച്ചിട്ടുണ്ടോ? റീസെയിൽ വാല്യൂ എല്ലാ വണ്ടിക്കും ഒരു കൺസേൺ ആണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് സെയിൽ ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 4 ലക്ഷം രൂപയോളം നഷ്ടം വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ഒരു ഡീസൽ വണ്ടിയായിരുന്നു. ഡീസൽ വണ്ടി ഏകദേശം 30,000 കിലോമീറ്റേഴ്സ് 40,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 4 വർഷത്തിൽ 40,000 കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ടുള്ളൂ. പക്ഷേ ആ വണ്ടി കൊടുത്തപ്പോൾ എനിക്ക് ഈ സെയിലിൽ അല്ലെങ്കിൽ വണ്ടി എടുത്ത സമയത്ത് തൊട്ട് ഉള്ള സെയിലിൽ ഡിഫറൻസ്, എമൗണ്ട് ഡിഫറൻസ് ആണ് 4 ലാഖിൻ്റെ ഡിഫറൻസ് വന്നു. പക്ഷേ ആ വണ്ടി തന്നെ ഇപ്പോൾ എടുക്കുവാണെങ്കിൽ 16 ലാഖോളം ആ വണ്ടിക്ക് ഇപ്പോഴത്തെ പ്രൈസ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രൈസ് പറയുകയാണെങ്കിൽ എത്ര ഒരു എനിക്ക് തോന്നുന്നു 50% നഷ്ടം വരില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. EV എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ടെക്നോളജിയാണ്. ആ ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാശ് എനിക്ക് തോന്നുന്നത് കൂടുതലും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ മാക്സിമം യൂസ് ഉള്ളവർ മാത്രമേ EV-യിലേക്ക് പോയാൽ മതി. യൂസ് ചെയ്ത് മാക്സിമം മുതലാക്കുക. പിന്നെ പലരും പറയുന്ന പോലെ EV അല്ലെങ്കിൽ പെട്രോൾ ഹൈബ്രിഡ് കമ്പയർ ചെയ്യുമ്പോൾ കംഫർട്ടിന്റെ കാര്യം ആരും പറയാറില്ല. കാരണം EVs നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ്, അറിയാലോ. വൈബ്രേഷൻ ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് വൈബ്രേഷൻ കാര്യങ്ങളില്ല, നോയിസ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ സൗണ്ടുകൾ നമ്മൾ അറിയണത്. ഭയങ്കര ഒരു യാത്രാസുഖമാണ്, നമുക്കൊരു ക്ഷീണം തോന്നൂല. ലോങ് ഒക്കെ പോയിട്ട് നമ്മളിപ്പോ ഒരു 50 ലാഖ് കൊടുത്ത് എടുക്കുന്ന ഒരു പ്രീമിയം വണ്ടിയിൽ കിട്ടുന്ന ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ബിഗ് ബ്രാൻഡുകളുടെ കിട്ടുന്ന ഒരു കംഫർട്ടാണ് നമുക്ക് EV ഒരു ചെറിയ EV സെഗ്മെന്റിൽ നിന്ന് കിട്ടുന്നത്. ഇതിനെ പറ്റിയിട്ട് ആരും അങ്ങനെ മെൻഷൻ ചെയ്യാറില്ല. അത് എന്തുകൊണ്ടാണ് ആൾക്കാർ മെൻഷൻ ചെയ്യാത്തത്? അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കറിയില്ല. അല്ല, എല്ലാവരും ബാറ്ററി വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക. ബാറ്ററി അല്ലെങ്കിൽ അവർ കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു മാനുവൽ വണ്ടി എടുത്ത് വെച്ചിട്ട് ഇലക്ട്രിക്കിന് കമ്പയർ ചെയ്യും. ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കാ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ വേറെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കമ്പയർ ചെയ്യണം. അപ്പം അതുപോലെ പാർട്സും ഇല്ല, അതുപോലെ സൗണ്ടും ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല. ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും നമ്മൾ ഹൈ റേഞ്ച് ഓടിക്കുമ്പോൾ വ്യത്യാസം അറിയാൻ പറ്റും ഇലക്ട്രിക് വണ്ടിയും ഓട്ടോമാറ്റിക് വണ്ടിയും തമ്മിൽ. ഓട്ടോമാറ്റിക് വണ്ടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ CVT വണ്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം അറിയാൻ പറ്റില്ല. പക്ഷേ അതല്ലാതെ ഒരു വണ്ടിക്ക് ഹൈ റേഞ്ച് പോയി കഴിഞ്ഞാൽ വണ്ടിയിലുണ്ടാകുന്ന വേരിയേഷനും നമ്മൾ പുഷും അതെല്ലാം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഹൈ റേഞ്ചിലേക്ക് ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത്ര കംഫർട്ടബിൾ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളൊന്ന് കുറച്ചൊക്കെ ആക്സിലറേറ്റർ കൊടുത്ത് ഇതങ്ങനെ സ്മൂത്ത് ആയി കയറണം കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് വണ്ടി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ പറ്റും അല്ലേ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് വിനീത് അന്ന് പറഞ്ഞ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ തൈ സപ്പോർട്ട് കാര്യത്തെ പറ്റിയാന്ന് പറഞ്ഞത് നോക്കുമ്പോൾ ഫസ്റ്റ് 2 പേര് നമ്മൾ ഈ ഒരു ട്രിപ്പിൽ ഞാനിപ്പോൾ ഓഫീസിലെ കൂട്ടുകാരൊക്കെ ആയിട്ടായിരിക്കും കൂടുതലും ട്രിപ്പുകൾ പോകാറുള്ളത്. അപ്പോൾ നമ്മൾ ഒരു തവണ കണ്ണൂർ പോയെന്ന് പറഞ്ഞാൽ 3 പേര് ഇരുന്നിട്ടാണ്. പക്ഷെ 3 പേർക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലാണ് ലോങ് പോകുമ്പോൾ ബാക്കിൽ 2 പേരാണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തൈ സപ്പോർട്ട് വളരെ കുറവാണ്. ഈ ബാറ്ററി എല്ലാവരും ആയതുകൊണ്ട് ബാറ്ററിയുടെ ഇതിനു വേണ്ടി അവർ യൂസ് ചെയ്തിട്ടുണ്ട് കുറേ. അപ്പോൾ അതൊരു പ്രശ്നമാണ് ലോങ്ങിൽ പോകുമ്പോൾ. 2 പേരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കാം. എന്നാലും ഒരു പ്രീമിയം സെഗ്മെന്റ് വണ്ടികളിൽ നിന്ന് കിട്ടുന്ന ഒരു കംഫർട്ട്, ഈ ബാറ്ററിയുടെ സൈസും പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും അതിന്റെ ഹൈറ്റും എല്ലാം കൂടെ വരുമ്പോൾ അത് ശരിക്കും നമ്മൾ തൈക്ക് ഒട്ട് സപ്പോർട്ട് ഇല്ല. കാല് എപ്പോഴും ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഒരു ഇതിലാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്നിലും ചരിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സീറ്റിനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മളായിട്ട് ഫോം ആഡ് ചെയ്യുക എന്തെങ്കിലും ചെയ്യേണ്ടി വരും. MR-ല് ഞാൻ പ്രൈം ഉണ്ടല്ലോ പഴയ ഇതിന്റെ വണ്ടി നോക്കിയപ്പോൾ അതിന്റെ വണ്ടി നോക്കിയപ്പോൾ നമുക്ക് കാല് വെക്കാനായിട്ട് സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൈ സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ കൂട്ടുകാരുടെ വണ്ടികളെല്ലാം നോക്കിയപ്പോൾ അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് സ്പേസ് വൈസ് ആണ് കുറച്ചുകൂടി ബെറ്റർ XUV 400. സ്പേസ് കൺജസ്റ്റഡ് ആണ് ബാക്കിൽ. ഫ്രണ്ടിൽ 2 പേർക്ക് സുഖമാണ്, ബാക്കിൽ 2 പേർക്ക് കുഴപ്പമില്ലാതെ യാത്ര ചെയ്യാം. 5 പേരാണെങ്കിൽ ലോങ് ബുദ്ധിമുട്ടായിരിക്കും. വേറെ പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളു പറയാൻ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വഴിയെ പറയാം. ഒന്നും മിസ് ചെയ്തിട്ടില്ലാന്ന്. നമ്മൾ അടുത്തൊരു സർവീസ് കഴിയുമ്പോൾ നമുക്ക് വേറെ ഒരു മേജർ സർവീസ് കഴിയുന്ന സമയത്തും നമുക്ക് ഇതൊന്ന് കാണിച്ചാലോ? കിറ്റല്ലേ എടുത്തു. നമ്മൾ മെയിനായിട്ട് ഇതേപോലത്തെ ഒരു കിറ്റ് എല്ലാ EV യൂസേഴ്സും കൊണ്ട് നടക്കേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന് ഒരു എർത്തിങ്. കാരണം നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ എർത്തിങ് പ്രോപ്പർ അല്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ സമയത്ത് അതിൻ്റെ പുറകെ ഓടേണ്ടി വരും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കോപ്പർ റോഡ് മേടിച്ച് വെച്ചേക്കുവാണ്. എന്നിട്ട് നമ്മളൊരു എക്സ്റ്റൻഷൻ മേടിച്ചു. എക്സ്റ്റൻഷൻ്റെ 10-15 മീറ്ററോളം ഉള്ളൊരു എക്സ്റ്റൻഷൻ ഇത്.
അപ്പോൾ ഇതിൽ നിന്ന് പവർ എടുത്ത് നമ്മൾ എവിടെയാണോ ഉള്ളത് ഒരു സ്ഥലത്ത് ഗ്രൗണ്ടിൽ ഇത് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എർത്ത് കിട്ടും. പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കും ഇതാണ്. അപ്പോൾ ഇതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വേണ്ടത് ഒരു ചാർജർ, നമ്മുടെ ചാർജർ 3.3യുടെ പോർട്ടബിൾ ചാർജർ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തൊരു ടൂൾ സെറ്റപ്പിലുണ്ടാവും. ഈ പഞ്ചിൻ്റെ ആൾക്കാർ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ 10 സ്പാനർ ഞാൻ എല്ലാത്തിനും എടുത്ത് നമുക്ക് ഒന്ന് പയറ്റുന്നെങ്കിൽ അതൊന്ന് ബൈറ്റ് ചെയ്യാം. കസ്റ്റമർ കെയർ ഒക്കെ എങ്ങനെയുണ്ട്? വീട്ടിൽ വിളിച്ചാൽ പ്രോംപ്റ്റ് ആയിട്ട് കിട്ടും. RSA അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഡ്രെയിൻ ആയ സമയത്ത് അവർ ഒരു 3/4 മണിക്കൂർ കൊണ്ട്. ബൂട്ടൊക്കെ എങ്ങനെയുണ്ട്? ബൂട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ടാണ്. ഈ ബാറ്ററി വെച്ചത് കൊണ്ട് ബൂട്ടിന് വലിയ ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല. സ്പെയർ വീൽ ഉണ്ടോ? സ്പെയർ വീൽ ഉണ്ട്. 16 ഇഞ്ച് തന്നെയാണ് സ്പെയർ വീൽ. ആ പിന്നെ ഇതിൻ്റെ അകത്ത് സ്പീക്കർ സിസ്റ്റത്തിൽ ഇതിലൊരു സബ് വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഇവർ ഇതിൻ്റെ അകത്തൊരു പഞ്ചർ കിറ്റ് അല്ല, ഒരു ഇൻഫ്ലേറ്റർ തന്നിട്ടുണ്ട് നമുക്ക്. ടയർ ഇൻഫ്ലേറ്ററും കൂടി ഇതിൻ്റെ അകത്ത് ആണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഈ തൈ സപ്പോർട്ട് കിട്ടില്ല എന്നുള്ള ഈ പറഞ്ഞ പോലെ നമ്മൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ ഇരിക്കാൻ നേരത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പേർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഒരു പ്രശ്നം നമുക്ക് ഉള്ളത്. ഇതാണ് പ്രശ്നം. ഇതുണ്ട് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് MR-നാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി താഴത്തേക്ക് ഉണ്ടാവും. ഇത് ലോങ് റേഞ്ച് ആകുമ്പോഴത്തേക്കും ഇതിന് ഇവിടെ ഒട്ടും തൈ സപ്പോർട്ട് ഒരു പ്രശ്നമാണ്. ഇത്ര ഞാനിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് എനിക്ക് ഇരിക്കുവാണെങ്കിൽ എൻ്റെ തൈ സപ്പോർട്ട് കിട്ടുന്നില്ല. ഇല്ല എന്തെങ്കിലും വല്ല കുഷനോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും അല്ലേ? പിന്നെ ഇവിടെ ബാക്കിലും വെന്റിലേറ്റഡ് സീറ്റ് അല്ലേ? ബാക്കിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാം. പിന്നെ അതേപോലെ ഇതുണ്ട് ഒരാൾ ഇപ്പൊ എനിക്ക് നദീമിന് ഇരുന്നപ്പോൾ ഫ്രണ്ടിൽ എങ്ങനെയായിരുന്നു? കറക്റ്റ് ആയിരുന്നു. ഫ്രണ്ടില് സ്പേസ് ഉണ്ടായിരുന്നു. ഇതിപ്പോ ഒരാളിരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കാലൂടെ മുട്ടുന്ന രീതിയിലാണ്. എന്നാലും കുറച്ചുകൂടെ കയറ്റിയിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി കയറ്റിയിടാൻ പറ്റുമായിരിക്കും. 2 പേർക്ക് ബാക്കിൽ ഓക്കെയാണ് പോകാനായിട്ട്. ഈ ഒരു പ്രശ്നം അതിപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പിള്ളേരാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് വിനീതിന്റെ വണ്ടികളുടെ ഇതുവരെയുള്ള വിശേഷങ്ങൾ. അങ്ങോട്ടേക്ക് എല്ലാം പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഓട്ടം ഉണ്ടെങ്കിൽ മാത്രം ഒരു EV-യിലേക്ക് നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു കൂടുതലും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ ഒരു 15 lakh വരെയൊക്കെയുള്ള വാഹനങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷേ ഇത്ര വലിയൊരു വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിലും റണ്ണിങ് കോസ്റ്റിൽ നമുക്ക് ഒരുപാട് ലാഭിക്കാം അല്ലേ? അതെ, റണ്ണിങ് കോസ്റ്റും ഈ പറഞ്ഞ പോലെ കംഫർട്ടും നോക്കിയാണ് വണ്ടി. ഓട്ടം ഉണ്ടെങ്കിൽ EV റെക്കമെൻഡഡ് ആണ്. അല്ല എങ്കിൽ ഇപ്പൊ പറയുന്ന ലക്ഷറി യൂസ് ചെയ്യുന്ന ആളുകൾ കാശൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന പോലെ പെട്രോൾ അടിക്കാനുള്ള ഒരു മടി. അതിപ്പോ എനിക്കാണെങ്കിലും കാർ എടുക്കാത്തെന്ന് വെച്ചാൽ പെട്രോൾ അടിക്കാനുള്ള ഒരു മടി. അപ്പോൾ ഒരു EV-യിലോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും ഇതിന്റെ ഇനീഷ്യൽ കോസ്റ്റ് ആണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ നല്ലപോലെ ഓട്ടം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. മാക്സിമം ഓടിച്ച് മുതലാക്കാൻ. മന്ത്ലി ഒരു 1500 കിലോമീറ്റർ ഒക്കെ ഓടുന്ന ഒരു ആളാണെങ്കിൽ റെക്കമെൻഡഡ് ആണ്. അപ്പോൾ മാക്സിമം നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ഓട്ടം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് എടുക്കുക. മാക്സിമം ഓടിച്ച് തന്നെ മുതലാക്കുക അല്ലേ? അല്ലാതെ വെറുതെ ഇട്ടുകൊണ്ടിരുന്നോണ്ട് കാര്യമില്ല. പിന്നെ ഈ പറയുന്ന പോലെ 8 വർഷം 1,60,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1 വർഷം 20,000 കിലോമീറ്റർ ആണെങ്കിൽ എക്സാക്ട് 8 കൊല്ലത്തേക്കുള്ള ഒരു വാറണ്ടി. അപ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സേവ് ചെയ്തിട്ടുണ്ടാവും. പ്രൊവൈഡഡ് വേറെ ഇഷ്യൂസ് ഒന്നും നമുക്ക് ഇതിനകത്ത് വരില്ല എന്നുള്ളത്. വാറണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അധികം പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. എന്നാലും ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് വിനീതിൻ്റെ വാഹനത്തെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനിയും കുറച്ച് സർവീസസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് വിനീതിൻ്റെ കൂടെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.